370 വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം കാശ്മീരിൽ വളരെയധികം ടെററിസം നിർമ്മാർജ്ജനം ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു എന്നത് വളരെയധികം തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് സാധാരണക്കാരന് വരെ വളരെയധികം മനസ്സിലാവുന്ന രീതിയിൽ, അതായത് ജനാധിപത്യ രീതിയിൽ ഇലക്ഷൻ നടത്തി ഒമർ അബ്ദുള്ള നേതൃത്വം വഹിച്ചു. അതിനുശേഷം കശ്മീരിൽ വലിയ രീതിയിലും ചെറിയ രീതിയിലും പലയിടങ്ങളിലായിട്ട് പലതരത്തിലും ഭീകരാക്രമണം നടന്നിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഭീകരന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണോ സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഇന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നുള്ളതല്ല, പക്ഷെ നമുക്ക് അങ്ങനെ തോന്നിപ്പിക്കുന്ന ചില വിവരങ്ങളെങ്കിലും കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം മൂന്നാമത്തെ സത്യപ്രതിജ്ഞയുടെ അന്ന് ഒരു ടൂറിസ്റ്റുകളുടെ വാഹനം ആക്രമിച്ച് അല്ലെങ്കിൽ ഭീകരർ ആക്രമിച്ച വിവരം നമുക്കറിയാമല്ലോ. മൂന്നാമത് മോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്തിന് അരമണിക്കൂർ വ്യത്യാസത്തിൽ കാശ്മീരിൽ ഭീകരാക്രമണം നടന്നു. ഒരു ടൂറിസ്റ്റ് ബസ് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ബസ്സിനെ ആക്രമിക്കുക, എന്നിട്ട് ഒരു കുട്ടി ഉൾപ്പെടെ ഉള്ളവർ മരണപ്പെടുകയൊക്കെ ചെയ്ത വിഷയം അറിയാമല്ലോ. അപ്പൊ അതിനുശേഷം ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ പല ഘട്ടങ്ങളിലായി പല മേഖലയിൽ ജോലി ചെയ്തിരിക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ പലയിടത്തും ഈ പറയുന്ന ഭീകരാക്രമണം വളരെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ഈ 370 വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം കാശ്മീർ ഒരുപക്ഷെ ടെററിസത്തിനകത്ത് മുങ്ങി നിന്ന സമയത്ത് 370 വകുപ്പ് എടുത്തു കളയുകയും കേന്ദ്ര ഗവൺമെന്റ് അവിടെ കേന്ദ്രം നേരിട്ട് മേൽനോട്ടത്തിൽ ആ കാശ്മീരിൽ സമാധാനം കൊണ്ടുവരുന്നതിനും ടെററിസം ഇല്ലായ്മ ചെയ്യുന്നതിനും ഒക്കെ ശ്രമിക്കുന്നത് ഒരു പരിധി വരെയല്ല, ഏതാണ്ട് 95% വിജയത്തിലേക്കെന്ന് ലോകം ഉൾപ്പെടെ ഉള്ളവർ ലോകത്തുൾപ്പെടെ ഉള്ളവരും ഇന്ത്യയിൽ ഉടനീളം വിലയിരുത്തപ്പെടുമ്പോഴാണ് സുപ്രീം കോടതി ഇടപെടുകയും അവിടെ ഇലക്ഷൻ നടത്തണമെന്ന് പറയുകയും അവിടെ ഇലക്ഷൻ നടത്തി ഒമർ അബ്ദുള്ളയുടെ ഭാഗമായിട്ടുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ഒക്കെ ചെയ്തു. അപ്പൊ ഈ ഒമർ അബ്ദുള്ള എന്ന് പറയുന്ന ആൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഒന്നത്. രണ്ടാമത്, ഈ പറയുന്ന ഭരണാധികാരിയെ പരിശോധിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പാർട്ടിയെ പരിശോധിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പൂർവികരെ പരിശോധിക്കുമ്പോഴും ഒക്കെ ഇന്ത്യക്ക് വിരുദ്ധമായിട്ട് നിലപാടെടുത്ത് കാശ്മീരിൽ നിന്നിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഇപ്പം ഒരു പക്ഷേ നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നതും അമിത്ഷായെ പുകഴ്ത്തുന്നതും മറ്റുമൊക്കെ നിവർത്തിയില്ലാത്ത ഒരവസ്ഥയിൽ അവിടെ മര്യാദയ്ക്ക് ഭരിച്ചുകൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് പറയുന്നതൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഞാൻ അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്ന് അവരെ തോന്നിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണോ എന്ന് സംശയിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഇയാൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഒരു ഭരണം വന്നതിന് ശേഷം ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രി ആയതിനു ശേഷം അവിടെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന വ്യത്യസ്തമായിട്ട് പല ആക്രമണങ്ങൾ, ഏറ്റവും അവസാനം ഇപ്പം ഇന്ത്യയെ ഞെട്ടിച്ചിട്ടുള്ള ഭീകരാക്രമണമാണ് നടന്നിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും വലിയൊരു നമുക്ക് എടുത്തു കാണിക്കേണ്ടി വരുന്നെന്ന് പറഞ്ഞാൽ ഭീകരർ വന്ന് സിവിലിയൻസിനെ കൊല്ലുന്നു. സിവിലിയൻസിനെ കൊല്ലുമ്പോൾ അതിനകത്ത് നിന്ന് ഐഡന്റി കാർഡ് നോക്കി ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം കൊല്ലുന്നു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം ജീവിക്കാൻ അർഹതയുള്ളത് മുസ്ലിമിന് മാത്രം, ബാക്കിയുള്ളവന് ജീവിക്കാൻ അർഹതയില്ല എന്ന് വളരെ പരസ്യമായിട്ട് പറയുന്ന അല്ലെങ്കിൽ ഭീകരർ പറയുന്ന അവസ്ഥ. ഈ മുദ്രാവാക്യം തന്നെയാണ് ഈ ലോകത്തുടനീളം ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഉയർത്തുന്നതെങ്കിലും മറ്റു പലയിടത്തും ഇത്തരത്തിൽ ആക്രമണം നടത്തുമ്പോൾ അങ്ങനെ ഒരു പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ ആക്രമണത്തിനോ ഇതുപോലെ വ്യക്തത വരുത്തി കൊടുത്ത് ആൾക്കാരെ മാറ്റി നിർത്തി കൊല്ലുന്ന ഒരവസ്ഥയില്ല. പക്ഷെ കാശ്മീരിൽ ഏറ്റവും അവസാനം സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഇത് ഈ കൊന്നിരിക്കുന്ന ടെററിസ്റ്റ് സംഘടന പറഞ്ഞ അൽ-ഖ്വയ്ദയുടെ ഭാഗമായിട്ടുള്ളവരാണ്. അവരുടെ അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങളെയൊക്കെ അനുകൂലിക്കുന്നതിന് അല്ലെങ്കിൽ അതുമായിട്ട് സാമ്യമുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പാണ് ഇവരെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ 370 വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ളതാണ്. അതിന്റെ ഈ ഉണ്ടാക്കിയ ആളിനെ അല്ലെങ്കിൽ സ്ഥാപക നേതാവിനെയൊക്കെ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ കാശ്മീർ പോലീസ് അന്ന് തീർത്തു കളഞ്ഞതാണ്. അപ്പം അത് ഏറ്റെടുത്തിട്ടുള്ളത് അവരാണ്. അവരെ നയിക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനകത്തു നിന്ന് അല്ലെങ്കിൽ പാകിസ്ഥാൻ പറയുന്ന വാദമാണ് ശരിയെന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. ഒരുപക്ഷെ അവരുടെ സംരക്ഷണമുണ്ടോ അല്ലെങ്കിൽ അവർ അല്പം കണ്ണടയ്ക്കുന്നുണ്ടോ എന്ന് സംശയിച്ചാൽ നമ്മൾക്ക് കുറ്റം പറയാനൊക്കത്തില്ല. ഇവിടെ നടന്ന ഭീകരാക്രമണത്തിനകത്ത് നമ്മൾ ചർച്ച ചെയ്തതായിട്ടുള്ള വളരെ കൂടുതലായിട്ടുള്ള കാര്യമുണ്ട്. കർണാടകയിൽ നിന്നുള്ള ഒരു ഭാര്യയും ഭർത്താവിനെയും
ഭീകരർ ഭർത്താവിനെ വെടിവെച്ച് കൊന്നപ്പോൾ ആ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്നെയും കൂടി കൊന്നിട്ട് പോകൂ എന്ന് പറഞ്ഞപ്പോൾ, നിന്നെ ഞാൻ കൊല്ലുന്നില്ല, നീ പോയി നിന്റെ നരേന്ദ്രമോദിയുടെ അടുത്ത് പറയണം ഞങ്ങൾ ഇങ്ങനെയാണ് കൊന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന ആൾക്കാരെയാണ് കൊന്നത്, നിന്നെയും വഴിയാധാരമാക്കുന്നതിന് വേണ്ടിയാണ് നിന്റെ ഭർത്താവിനെ കൊന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇന്ത്യ മഹാരാജ്യത്തുടനീളം ഞങ്ങൾ ഞങ്ങളുടെ ടാർഗറ്റ് നടപ്പാക്കും എന്നുള്ള രീതിയിലേക്ക് ആ ഭാര്യ മാധ്യമങ്ങൾ അകത്ത് കൊടുത്ത റിപ്പോർട്ട് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഒരു വ്യക്തത വരുത്തി ഭീകരർ വ്യക്തത വരുത്തി പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാമല്ലോ, ഇന്ത്യക്കകത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ പലവട്ടം പരിശോധിക്കുമ്പോൾ ഹമാസിനെ ആനപ്പുറത്ത് കയറ്റുന്നവരും ബദർവുഡിന് മുദ്രാവാക്യം വിളിക്കുന്നവരും ആ നേതാക്കന്മാരെ വലിയ ആളായിട്ട് കാണുന്നവരും ബംഗ്ലാദേശിൽ ഹിന്ദു ഹത്യ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ജമായത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഭരണം ഏറ്റെടുക്കുമ്പോൾ ഈ പറയുന്ന കേരളത്തിൽ ആനന്ദ നൃത്തം നടത്തുന്നവരും ലഡു വിതരണം ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. ഒരു പക്ഷേ അവർക്കൊക്കെ ഉള്ള ഒരു പിന്തുണയായിരിക്കാം ഈ പറയുന്ന ഭീകരന്മാർ നടത്തിയത്. ഇന്ത്യയിൽ ഉടനീളം നടത്താൻ ഉദ്ദേശിക്കുന്ന കലാപങ്ങൾ അല്ലെങ്കിൽ സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ വ്യക്തത വരുത്തി പറയേണ്ടതായിട്ടുണ്ട്. ഈ സ്ലീപ്പർ സെല്ലുകൾ ശരിക്കും നമ്മൾ കാണുന്ന ആനപ്പുറത്ത് കയറ്റിയവന്മാരാണ്, ഹമാസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവന്മാരാണ്, ബ്രദർഹുഡിന്റെ ഫോട്ടോയും എടുത്തു പിടിച്ച് ഈ ഇവിടെ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധമെന്ന് പറഞ്ഞ് വിമാനത്താവളം ആക്രമിക്കാൻ നിന്നിട്ടുള്ളവരാണ്. അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ മറ്റൊന്നുകൂടി പറഞ്ഞാൽ, ഈ പറയുന്ന ഒമർ അബ്ദുള്ള എന്ന് പറയുന്ന ആൾ ഒരു പക്ഷേ ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ നിൽക്കുന്ന ഒരവസ്ഥ. രണ്ടാമത് വേറൊരു കാര്യം കൂടി നമ്മൾ ഇതിനകത്ത് പരിശോധിക്കണം. 2024 ഒരു പക്ഷേ ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. 2024 ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യയിലുടനീളം ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെയും അവരുടെ ആശയങ്ങളും മറ്റ് നേരത്തെ ഇരുന്ന 10 കൊല്ലത്തിനപ്പുറം ഒരു കുറച്ചുകൂടി ശക്തി പ്രാപിക്കുകയും അല്ലെങ്കിൽ പണ്ടുണ്ടായതുപോലെ വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കുകയും ഒക്കെ ചെയ്യും. അതായത് അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രതിപക്ഷം പലവട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ പലവട്ടം കലാപങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്രമണം നടത്തുമ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന രീതിയിൽ ഭരിച്ചിരുന്നവരുടെ ആ പാർട്ടിക്ക് ഒരു പക്ഷേ നേരത്തെ ആ 10 കൊല്ലത്തുണ്ടായിരുന്നതിനെക്കാട്ടിൽ കൂടുതൽ ബലം കിട്ടുന്ന ഒരു ഇലക്ഷൻ വന്നപ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും ഇവിടെ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കൂടുതൽ കരുത്ത് നൽകുന്നവർ ശക്തി പ്രാപിച്ചു വരുന്നു, അത് പ്രതിപക്ഷത്തിന്റെ രൂപത്തിലാണെങ്കിൽ നാളെ അത് ഭരണപക്ഷത്തിലേക്ക് വരാം. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു മാറ്റം ഇന്ത്യയിൽ ഉടനീളമുണ്ട്. ഈ പറയുന്നത് പോലെ ഇവിടെ നരേന്ദ്രമോദി സൗദിയിലേക്ക് പോകുന്നു. സൗദി രാജ്യത്ത് ഒരു ഭരണാധികാരികൾക്കും കൊടുക്കാത്ത ആദരവോടുകൂടി അവരുടെ ബോർഡറിൽ നിന്ന് അവരുടെ സൈനിക വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പോകുന്നു. കൂടാതെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ളവർ ഇന്ത്യ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ അദ്ദേഹം നിലവിലുണ്ട്. അപ്പം അവർക്കെല്ലാം കൊടുക്കുന്ന ഒരു മെസ്സേജും കൂടിയാണ്, ഇന്ത്യ സുരക്ഷിതമല്ല, ഇന്ത്യയിൽ നരേന്ദ്രമോദി പറയുന്നത് പോലെ ടെററിസം ഒന്നും ഇല്ലായ്മയായിട്ടില്ല, ഇവിടെ ഞങ്ങൾ വിചാരിക്കുന്ന പാകിസ്ഥാൻ ഉൾപ്പെടെ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ശക്തികൾ, വിദേശ ശക്തികൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും നടക്കും, അത് ബോധ്യപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയാൽ മതിയെന്ന് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ ബോധ്യപ്പെടുത്തുന്നതിനും ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി ഇസ്ലാമിക രാജ്യങ്ങളിൽ പോയി ചർച്ച ചെയ്യുമ്പോൾ ആ നരേന്ദ്രമോദിയുടെ രാജ്യത്ത് ഇസ്ലാമിസ്റ്റ് ടെററിസം വളരെ കൃത്യമായിട്ട് നടത്താൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട്, ഞങ്ങൾ വിചാരിക്കുന്ന പോലെ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിക്കുന്ന ആൾക്കാർക്ക് മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യയാണ് ഇതെന്നും ബോധ്യപ്പെടുത്തുന്നതിനും ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇതിന്റെ പുറകിൽ ഒരു പദ്ധതി ഉണ്ട്. കാരണം പദ്ധതി എപ്പോഴും ഉള്ളതാണ്. പക്ഷേ ഇത്രയും സെക്യൂരിറ്റി ഉള്ളപ്പോഴും അല്ലെങ്കിൽ ടെററിസം നിർമ്മാർജ്ജനം ചെയ്തു എന്ന് ആൾക്കാർ വിശ്വസിച്ച് അവിടെ ചെല്ലുന്ന ഒരവസ്ഥയിൽ
നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സിനെ എല്ലാം മറികടന്ന് സൈനിക വേഷത്തിൽ വന്ന് പ്രത്യേക മതവിഭാഗത്തെ മാത്രം കൊന്നിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ എവിടൊക്കെയോ എന്തൊക്കെയോ പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഓരോ സൈനികരും, ഞാൻ നേരത്തെ കാശ്മീർ പോയിട്ടുള്ളവർ സംസാരിച്ചല്ലോ, ഓരോ സൈനികരും ചെല്ലുന്ന ഓരോരുത്തർക്കും കാവലായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടെന്നും അവിടെ പോയിട്ട് വരുന്നവർ ഏറ്റവും സുരക്ഷിതമാണെന്ന് പറയുന്ന ഒരു കാശ്മീരിൽ നിന്നാണ് അവിടെ ഒരു സുരക്ഷയുമില്ല, അവിടെ ഒരു സംവിധാനവുമില്ല, പട്ടാള വേഷത്തിൽ ഭീകർ വിളയാടുന്ന സ്ഥലമാണ്, അവിടെ ഇന്ന ജാതിക്കാർ അല്ലെങ്കിൽ അവിടെ പ്രത്യേക ഒരു മതവിഭാഗത്തിന് മാത്രമുള്ള പ്രദേശമാണ്, അവിടെ ടൂറിസം ഒന്നും നടക്കത്തില്ല, ഇന്ത്യ വിചാരിക്കുന്ന പോലെ സ്വതന്ത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള രീതി, അല്ലെങ്കിൽ അത് വിളിച്ചു പറയുന്ന രീതിയിലേക്കുള്ള ഒരു അക്രമം തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളത്. ഇതിനകത്ത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ പുറകിൽ എന്തൊക്കെയോ അല്ലെങ്കിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഒരു പക്ഷേ അതിനകത്ത് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കും അതിന്റെ നേതൃത്വത്തിനും പങ്കുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.